ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊള്ളുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഈ വീഡിയോ ചെയ്യേണ്ട മെയിനായിട്ടൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എല്ലാവരും എൻ്റെ അടുത്ത് പൊതുവായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് മിക്കപ്പോഴും ഞങ്ങൾ നാലുപേരുള്ള വീഡിയോസിൽ മെയിനായിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ഡയലോഗ് ഉണ്ടെങ്കിൽ ആ ഒരു ഡയലോഗ് പറയുന്ന വീഡിയോ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ ഒരു ചോദ്യം ഒരാളെങ്കിലും ചോദിച്ചിട്ടുണ്ടാകും. അപ്പോൾ എന്താണ് ആ ചോദ്യം എന്ന് വെച്ചാൽ, യെസ്, ഇതാണ് ആ ചോദ്യം. അമ്മ മലയാളി അല്ലേ? അല്ലെങ്കിൽ അമ്മയുടെ മലയാളത്തിൽ എന്തോ ഒരു വ്യത്യസ്തത, അല്ലെങ്കിൽ അമ്മ ഹാഫ് മല്ലു ആണോ? അമ്മയുടെ സ്ഥലം ബോർഡർ ഏരിയയിൽ വല്ലതാണോ? അതോ ഇനി അമ്മ ഈ നാട്ടുകാരി അല്ലേ? അങ്ങനെ പല ചോദ്യങ്ങൾ പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ചോദ്യങ്ങൾ പല രീതിയിലാണ് ചോദിച്ചിട്ടുണ്ടെങ്കിലും ആ ചോദ്യത്തിൻ്റെയൊക്കെ ഉത്തരം ഒന്നാണ്. അതിൻ്റെ ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം അത് വിശദീകരിച്ച് തന്നെ ഞാൻ പറയാം. ഓൾറെഡി ഞാൻ ഇതിനു മുമ്പ് എൻ്റെ Q&Aയിലൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പോലെ, അല്ലെങ്കിൽ മലയാളിയാണോ എന്നുള്ള ഒരു ചോദ്യത്തിന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പോലെയാണ് ഞാൻ അന്ന് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് അതിന് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വിവരിച്ച് പറഞ്ഞു തരാം എന്താണ് സംഭവം എന്നുള്ളത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ശേഷം ചോദിക്കരുത്, ഇനി ഇങ്ങനെ ഈ ചോദ്യം ആവർത്തിക്കരുത് കേട്ടോ. അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഉത്തരം നമുക്ക് അമ്മയോട് തന്നെ ചോദിച്ച് അറിയാം. ഓക്കെ, അമ്മ എന്താണ് ഇതിന് മറുപടി പറയാൻ പോകണമെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, അമ്മ താഴെ ഉണ്ടെന്ന് തോന്നുന്നു. അമ്മ, ഇങ്ങോട്ട് വാ. മൈക്ക് പോയി. ഇന്നത്തെ വീഡിയോ എന്തിനെന്നറിയോ? അത് കുറേ പേര് നമ്മളടുത്ത് ഇങ്ങനെ ചോദിക്കുന്നില്ലേ, നമ്മുടെ ഓഡിയൻസ് പലരും നമ്മളടുത്ത് കുറേ ചോദ്യങ്ങൾ ചോദിക്കുക. കുറേ ചോദ്യമല്ല, ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. എന്തിനാണ് ആ ചോദ്യം എന്നറിയോ? അവരുടെ ഓക്കെ, അതായത് അമ്മ മലയാളി അല്ലേ? അമ്മയുടെ മലയാളത്തിൽ എന്താ ഒരു വ്യത്യാസം? അല്ലെങ്കിൽ അമ്മ മലയാളം പറയുമ്പോഴത്തേക്ക് ഒരു തമിഴ് ടച്ച്, അങ്ങനെയൊക്കെ പലരും പറയുന്നുണ്ട്. നിങ്ങൾ ഡയലോഗൊക്കെ പറയുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു സംഭവം എപ്പോഴെങ്കിലും കമൻറ്റ് വായിച്ചിട്ടുണ്ടോ? അത് വായിച്ചിട്ടില്ല. കാര്യം എന്താ, അമ്മയ്ക്ക് മലയാളം വായിക്കാൻ അറിഞ്ഞൂടാ. ഓക്കെ, അത് പക്ഷെ അങ്ങനെ ഒരു കമൻറ്റ് വരാറുണ്ട്. മാളുകുട്ടി എവിടെ? മാളുകൂടെ ഉണ്ടോ? മാളുസേ, അവിടെ അതിനകത്തുണ്ടായിരുന്നു. ഓക്കെ, വരൂ. അപ്പോൾ നീ ആ കമൻറ്റ് കണ്ടിട്ടുണ്ടല്ലോ, അമ്മ മലയാളി അല്ലേ എന്നുള്ള ഒരു ഇത്. നീ ക്യാമറ പിടിച്ചാണ്ട്. ആൾക്കാർക്ക് പ്രശ്നമല്ല. അമ്മ ഡയലോഗ് പറയുമ്പോഴത്തേക്ക് ഒരു എന്തോ ഒരു വ്യത്യാസം, ബബ്ബ അടിക്കുക. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ലൈറ്റൊക്കെ ഓക്കെ അല്ലേ മോളു? അവിടെ ഇരിക്കും, അപ്പുറത്തിരുന്നോളൂ. അച്ചാറൊക്കെ വെച്ചിട്ടാണോ എടുത്ത് പറ്റും? ഇവിടെ ഇരിക്കും. സോ ഗൈസ്, ലഞ്ച് വിത്ത് അർജുൻ എന്നുള്ള ഷോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം അമ്മ തന്നെ പറഞ്ഞു. അമ്മ ശരിക്കും മലയാളിയാണോ? ഉറക്കെ പറയണേ. അല്ല. ഓക്കെ, അമ്മ മലയാളിയല്ല. അമ്മ അപ്പോൾ ശരിക്കും ജനിച്ചത് എവിടെയാണ്? നോർത്ത് ഇന്ത്യയിലായിട്ട് എവിടെയായിട്ട്? സ്ഥലത്തിന്റെ പേര് കോർബ എന്ന് പറയും. അതായത് ഏത് സംസ്ഥാനത്താണ് ആ സ്ഥലം വരുന്നത്? യു പി. അപ്പം അമ്മ ജനിച്ചതെന്ന് പറയുന്നത് ഉത്തർപ്രദേശിലാണ്. അവിടെ കോർബ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. അപ്പോൾ അമ്മയുടെ മദർ ടങ് എന്ന് പറയുന്നത്, അതായത് മാതൃഭാഷ എന്ന് പറയുന്നത് ഹിന്ദിയാണ്. അപ്പോൾ ജനിച്ച് എത്ര കാലം അവിടെയായിരുന്നു? പഠിച്ചവരവിടെ തന്നെ ആയിരുന്നു. 7 വരെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അമ്മ 7 വരെ പഠിച്ചിട്ടുണ്ട്. 7ാം ക്ലാസ് വരെ ഞാൻ അവിടെ ആയിരുന്നു. പിന്നെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഏകദേശം ഒരു 10-14 വയസ്സ് വരെ, 12 വയസ്സ് വരെ ഏകദേശം അവിടെയൊക്കെ ആയിരുന്നു. അതിന് ശേഷമാണ് നേരെ ഇങ്ങോട്ട് വരുന്നത്, കേരളത്തിലോട്ട് വരുന്നില്ലേ? അപ്പോൾ നിങ്ങൾ വീട്ടിൽ എത്ര പേരാണ്? ഞങ്ങൾ 4 പേരുണ്ട്. 4 പേര്. മൂത്ത ആളാണ് താങ്കളല്ലേ? ഓക്കെ, അപ്പോൾ തലമൂത്ത ആളാണ്. അപ്പോൾ ഇനിയും വേറൊരു സംഭവമുണ്ട്. അമ്മയുടെ ഈ മലയാളം, അതായത് അവിടെ നിന്ന് ഇപ്പം ഇത്രയും വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പോൾ 10-30 കൊല്ലത്തിൽ കൂടുതലാവില്ലേ? 30 കൊല്ലം. അമ്മയ്ക്ക് ശേഷം വന്ന ബംഗാളികൾ വരെ നന്നായിട്ട് മലയാളം പറയുന്നുണ്ട്. അമ്മ എന്തുകൊണ്ട് നന്നായിട്ട് മലയാളം പറയുന്നില്ല? അതിന്റെ ചോദ്യം ഞാൻ എന്ത് പറയാന്ന് വെച്ചാൽ, ഇപ്പൊ അമ്മ 30 കൊല്ലം കൊണ്ട് അമ്മയുടെ മലയാളം കേട്ട് കഴിഞ്ഞാൽ മറ്റേ നിങ്ക നല്ലൊക്കെ ഗൊത്തില്ല നഡ്ഡി നായിൻ മകനെ, അങ്ങനെയൊക്കെയാണ് അമ്മയുടെ മലയാളം കേൾക്കുമ്പോഴത്തേക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അമ്മയ്ക്ക് ശേഷം വന്ന് ഇവിടെ 5 കൊല്ലം 10 കൊല്ലം നിന്ന് ബംഗാളികൾ വളരെ നന്നായിട്ട് അവർ മലയാളത്തിൽ പാട്ട് വരെ പാടും.
എന്നെ കൊണ്ട് പറ്റുന്നില്ല. അതെ പറ്റണില്ല. അത് എന്തുകൊണ്ടെന്നാണ് ചോദിച്ചത്. അല്ല സംസാരിക്കാൻ പറ്റണില്ലല്ലേ? അല്ല ഇപ്പൊ സംസാരിക്കുമ്പോൾ മലയാളത്തിന് വലിയ കുഴപ്പമൊന്നും ഇല്ല അല്ലേ? പക്ഷേ എന്തെങ്കിലും ഡയലോഗ് നമ്മൾ ഇങ്ങനെ ഇന്നത് പറ എന്ന് പറയുമ്പോൾ മാത്രമേ അമ്മയ്ക്ക് ഒരു ടെൻഷൻ കൂടി ടെൻഷൻ കൂടിയിട്ട് അങ്ങനെ ഒരു ഇതുള്ളൂ അല്ലേ? കുമ്മണാഞ്ചേരി എന്ന് പറഞ്ഞു. കുമ്മണാഞ്ചേരി കുമ്പളാഞ്ചേരി കുമ്മണാഞ്ചേരി എന്ന് പറഞ്ഞു. കുമ്മണാഞ്ചേരി. വാഴയ്ക്കപ്പം നിന്റെ വാഴയ്ക്കപ്പം ഞാൻ എടുത്തു പറഞ്ഞു. നിന്റെ വാഴയ്ക്കപ്പം ഞാൻ എടുത്തു. ഇപ്പൊ കറക്റ്റ് ആയിട്ട് പറയണല്ലേ? ഇങ്ങനെയൊക്കെ അല്ലല്ലോ ശരിക്കും. നിങ്ങൾ മലയാളം പറയുമ്പോഴത്തേക്ക് ഒരു എന്തോ ഒരു വ്യത്യസ്തത വരാറുണ്ട്. അതായത് ചില ഡയലോഗുകൾ പറയുമ്പോഴത്തേക്ക് അത് ഇപ്പൊ എനിക്ക് ഡയലോഗ് വരണില്ലേ? മറ്റേ ഏതെങ്കിലും അത് ഓർമ്മ വരുമ്പോഴത്തേക്ക് പറയാം. അപ്പൊ ജനിച്ചു വളർന്നതൊക്കെ UP-യിലാണ് അല്ലേ? അവിടെ നിന്ന് എന്തുകൊണ്ടാണ് കേരളത്തിലോട്ട് വരുന്നത്? അച്ഛന്റെ ജോലി ഇങ്ങോട്ടായി. അച്ഛന്റെ ജോലി ഇങ്ങോട്ടായി. അന്ന് ജോലിയും കൂലി ഇല്ലാത്തോണ്ടാണ് തെണ്ടി തിരിഞ്ഞ് അങ്ങോട്ട് പോവല്ലോ അങ്ങോട്ടൊക്കെ. ജോലി അന്വേഷിച്ച് അങ്ങോട്ട് പോയി അവിടെ. അപ്പൊ അവിടെയാണ് ജനിച്ചതും വളർന്നതൊക്കെ അവിടെയായിരുന്നു. അങ്ങനെയാണ് അവിടെ ആയത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ അച്ഛൻ എന്ന് പറയുന്നത് മലയാളിയാണ്. പിന്നെ അമ്മ മലയാളി തന്നെ, കണ്ണൂർ ആളല്ലേ. അച്ഛനും അമ്മയും മലയാളിയാണ്. പിന്നെ അവര് ജോലി തിരക്കി അങ്ങോട്ട് പോയി. അങ്ങനെ ഹിന്ദി നാട്ടിൽ ജനിച്ചതാണ്. അങ്ങോട്ട് പോയി. ഓക്കെ. അപ്പൊ ഇപ്പോഴ് ഹിന്ദിയൊക്കെ അച്ഛത്തരഫ് മലും കളിയാക്കണ. ഹിന്ദി അച്ഛൻ മാലൂം. हेलो ईगो हर्ट्स है तो अभी वापस जाने के लिए कोई चांस मिलेगा तो जाएगा क्या? नहीं क्योंकि मैं सोचा भी नहीं है. मेरे बाल बच्चे यहाँ है ना, इसलिए मैं वहाँ जाने के लिए ठीक नहीं है. അതല്ല മക്കളും ഫാമിലിയൊക്കെ എവിടെയാണെന്നാണ്. ഹിന്ദി പുള്ളിക്കാർക്ക് ഹിന്ദി അത്ര വലിയ വശമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഹിന്ദി അച്ഛാ तरफ मालूम है? थोड़ा भूल गया, फिर भी मालूम है. ओके ठीक है. तो अभी വീണ്ടും പഴയ സ്ഥലത്ത് गाँव जाने के लिए ഒരു ആഗ്രഹം ഉണ്ടോ? है अभी कौन है मालूम भी नहीं है ना, और देश में कौन है, गांव में कौन सा हाल का आदमी सब है मालूम भी नहीं है ना. അതായത് അവിടെ ഇനി ആരൊക്കെ ഉണ്ടെന്നുള്ളത് അറിഞ്ഞു. ഹിന്ദിയാണെന്ന് അതെ അവർക്ക് കേട്ടാ മനസ്സിലാവും. ഹിന്ദിയാണെന്ന് പറയാൻ അറിഞ്ഞൂടെന്നേ ഉള്ളൂ. ഓക്കെ. ഇനി മലയാളത്തിൽ പറയാം. എനിക്ക് അത്രയ്ക്ക് വശമില്ല. അപ്പൊ ബാക്കി ലാംഗ്വേജ് ഒക്കെ ഇംഗ്ലീഷൊക്കെ തന്നെ. വാട്ട്സ് യുവർ നെയിം? മൈ നെയിം ഈസ് ജയചന്ദ്രൻ. ഓക്കെ. ഇത് ഈ ഒരു സ്റ്റോറിയിലോട്ട് പിന്നെ വരാം കേട്ടോ. അപ്പൊ ഇനി ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അങ്ങോട്ട് തിരിച്ചു പോവോ? ഇനി എന്തെങ്കിലും അവിടെ പോയി ആ സ്ഥലങ്ങൾ കാണാൻ ഒരു അവസരം കിട്ടിയാൽ പോവോ? ഇല്ല, ഒരു പേടി സ്വപ്നമാണ്. അതെ. അതായത് പഴയ നാടൊക്കെ കാണാൻ ഒരു ആഗ്രഹമുണ്ട്. ഇത് ഈ ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് എനിക്ക് മറ്റേ ആടുജീവിത സിനിമയിൽ ഇന്റർവ്യൂ വന്നിട്ട് പൃഥ്വിരാജ് മറ്റേ അദ്ദേഹത്തിനോട് ഇതേ സെയിം ചോദ്യം, ഇനി ആ നാട്ടിലേക്ക് ഒന്നുകൂടെ പോകുമോ? സെയിം സാധനം പോലെ എനിക്ക് തോന്നിയിട്ട്. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, എന്റെ മക്കള് കുട്ടിയായിട്ട് പോകണം. പക്ഷെ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ചെറുതിൽ വന്നതാണല്ലേ. സ്ഥലം കാണും പോണം. ഇപ്പൊ നിങ്ങളൊക്കെ എല്ലാ സ്ഥലം അറിയാലോ, ഗൂഗിൾ മാപ്പ് ചെയ്തോണ്ട് നീയൊക്കെ പോവല്ലോ. അങ്ങനെ ഗൂഗിൾ മാപ്പ് ചെയ്തോണ്ട് പോകണമെന്നില്ല. അങ്ങോട്ട് ഇനി പോകണമെന്ന് ആഗ്രഹം ഉണ്ടോന്ന്? ആഗ്രഹമുണ്ട്. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് ആ നാട്ടിലേക്ക് ഒന്നുകൂടെ പോകാൻ അവസരം കിട്ടട്ടെ എന്ന് ഞാൻ സർവേഷനോട് പ്രാർത്ഥിച്ചു. കാരണം ജനിച്ച നാടല്ലേ, ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ പറയും വാ അമ്മക്ക് പോവാൻ മക്കളെ. അപ്പൊ നിന്റെ പഠിത്ത കാര്യങ്ങളൊക്കെ ഇവളിത് ആയപ്പോ ഇട്ടോണ്ട് ഇവിടെ ആരുമില്ലല്ലേ നോക്കാൻ. അതുകൊണ്ട് അമ്മ എന്നെ മാത്രമായിട്ട് കൊണ്ട് പോവാനായിട്ട് നിൽക്കുമ്പം ഞാൻ പോവാറില്ല. പിന്നെ പറഞ്ഞ് ലീവൊക്കെ വരുമ്പോ പിള്ളേരും കൂടെ പറക്കി കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോ അച്ഛൻ വിട്ടില്ല. അച്ഛൻ പറയുന്നത് എന്റെ 2 മക്കള് കൊണ്ടുപോയ നീ ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് പേടിച്ചു. എന്റെ 2 പിള്ളേരും കൊണ്ട് നീ സ്ഥലം ആയല്ലോ എന്നുള്ള പേടി കൊണ്ട് അച്ഛൻ വിട്ടിട്ടില്ല. ഇപ്പൊ എന്റെ മക്കള് ഭർത്താവ് എല്ലാവരും ഞങ്ങൾ അങ്ങോട്ട് ഒരു ദിവസം പോയാൽ നല്ലതാണ്. ആഗ്രഹമുണ്ട്. നടക്കും, നോക്കാം നമുക്ക്. ഓക്കെ. ഇനി അടുത്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇതെല്ലാം വാരിപ്പറക്കി ഇട്ടിട്ട് വന്നു. അപ്പൊ പിന്നെ ഇവിടെ വന്നിട്ട് എന്തുകൊണ്ട് പഠിപ്പ് കണ്ടിന്യൂ ചെയ്തില്ല? കാരണം മലയാളി പിള്ളേരായിരുന്നു. അപ്പൊ ഞാൻ പഠിക്കാനായിട്ട് പോയി എന്നെ ചേർത്തായിരുന്നു. എല്ലാവരും കളിയാക്കണം. അറിയൊക്കെ ആർക്കും ഹിന്ദി അറിഞ്ഞൂടെ എല്ലാവരും കളിയാക്കി. സത്യം പറഞ്ഞ ഒരാഴ്ച പോയിട്ട് ഞാൻ തിരികെ വന്നു. അയ്യോ, ഭയങ്കര വിഷമായി പോലെ. എല്ലാവരും അങ്ങനെ കളിയാക്കാൻ തുടങ്ങിയപ്പോ വേറെ ലാംഗ്വേജിലുള്ള ഒരാള് സ്കൂളിൽ വന്നപ്പോ അത് ഭയങ്കര ഒരു ഇതായി. ആരും അങ്ങനെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്ത് കാണത്തില്ല ആ ഒരു കാലഘട്ടം. അപ്പൊ അതുകൊണ്ട്
പിന്നെ ഞാൻ പഠിക്കാൻ പോണില്ല എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ബ്രദറിനെ ചേർത്തപ്പോൾ അവരൊക്കെ ഏകദേശം പഠിച്ച് ഒരു 8-9 വരെ ആക്കി. അവരും പിന്നെ അന്നത്തെ കാലം ജോലി ഒന്നും ചെയ്താലും ജീവിക്കാൻ പറ്റും. അപ്പം അവരും ഒരാൾ 6 പോയി, ഒരാൾ 8 വരെ പോയി, ലാസ്റ്റ് ഇളയാള് അത് 8 വരെ തന്നെ പോയി. അവന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവരിപ്പം നല്ലോണം വായിക്കുക എടുക്കുകയൊക്കെ എല്ലാം ചെയ്യും. ഞാൻ മാത്രം പറ്റില്ല എനിക്ക്. ഞാൻ അത് ആ ഒരു ഫീൽഡ് വിട്ട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ കേരളത്തിലോട്ട് വന്നില്ലേ? നമ്മുടെ അച്ഛനെ എവിടെ വെച്ചാണ് കിട്ടിയത്? അച്ഛനെ എവിടെ വെച്ച് കിട്ടിയതെന്ന് വെച്ചാൽ എന്റെ കുടുംബ വീട് എവിടെ ആണ്? അതെ, എവിടെയെന്ന് പറഞ്ഞു കശാലക്കകത്ത്, ചാന്നങ്കര അച്ഛന്റെ വീടിന്റെ അടുത്താണോ? അത് പിന്നീട് ഞങ്ങൾ സ്ഥലം വായിച്ചു. അവിടെ ഇവരെ വസ്തുവില് ഞങ്ങൾ ഒരു 5 സെന്റ് വായിച്ച്. ഇവർക്ക് 19 സെന്റ് വസ്തുവുണ്ട്. അതിന്റെ ബാക്കിൽ ഒരു 5 സെന്റ് വസ്തുവുണ്ട്. അത് ഞങ്ങൾ വായിച്ച്. അങ്ങനെ അച്ഛനെ കണ്ടുമുട്ടിയ അച്ഛന്റെ വീടിന്റെ തൊട്ടപ്പുറത്താണ്, പുറകിലായിട്ട് തന്നെ സ്ഥലം വാങ്ങിച്ച് അവിടെ തന്നെ താമസമായി. അധികം ദൂരെ ഇല്ല. പിന്നെ ആളും കൊള്ള, വേറെ കുഴപ്പക്കാരില്ല. അപ്പൊ അങ്ങനെ അവര് ഇഷ്ടം അങ്ങ് വന്നു. ഇന്ന് അവര് ജീവിക്കുന്നു. അങ്ങനെ വേറെ കുഴപ്പമില്ല. അപ്പൊ എങ്ങനെയായിരുന്നു എന്നിട്ട് അച്ഛനെ കണ്ടുമുട്ടി സംസാരിച്ചതൊക്കെ എങ്ങനെയായിരുന്നു? സംസാരം അന്നത്തെ കാലഘട്ടം ഫോണൊന്നുമില്ല. വല്ലാണ്ടില് കാണാൻ പറ്റും, തൊട്ടപ്പുറത്താണ്. എങ്കിലും എന്നും നമ്മൾ കാണാൻ പറ്റുന്നില്ല. ഒരു വലിയൊരു അപ്പുറം ഇപ്പുറമാണ്. എന്നും കാണാനും കേൾക്കാനൊന്നും നോക്കൂല. പിന്നെ ഞങ്ങളെ വീട്ടില് TV ഒന്നും ഇല്ലാത്തോണ്ട്. അച്ഛന്റെ വീട്ടിൽ TV ഉണ്ട്? അന്നൊന്നും ഇല്ല അവരെ വീട്ടില്, വേറെ വീട്ടിലാണ് TV. അന്നൊക്കെ ഒരു TV റെന്റിലെടുത്തിട്ടാണ് കാണുന്നത്. അന്ന് ഇരുട്ട വെളുക്ക് ഞങ്ങൾ ഉറങ്ങൂല. 12-1 മണി ഒരു സിനിമ 4-5 CD ഒക്കെ കൊണ്ടുവന്ന് ആ ഏരിയയിലെ ഫുൾ ആൾക്കാർ ഞങ്ങൾ കാണും. അങ്ങനെയാണ് അച്ഛനെ കൂടുതൽ സംസാരിക്കാൻ എടുക്കാണ്. പിന്നെ മലയാളം പഠിക്കാൻ ഒരു അല്ല ഒരു എന്തോ സാക്ഷരത എന്തോ അങ്ങനെ അത് പുള്ളിക്ക് പറയാൻ പറ്റുന്നില്ല. എന്തോ മനസ്സിൽ ഉദ്ദേശിക്കുന്നുണ്ട് ആ വാക്ക്. എനിക്കറിയാം, നീ പറഞ്ഞത് എന്താ മലയാളം പഠിപ്പിക്കുമ്പോ ഒരു സാക്ഷരത എന്തുകൊണ്ടല്ല അന്നൊക്കെ സാക്ഷരത അങ്ങനെ എന്തോ അങ്ങനെ പഠിപ്പിക്കുമായിരുന്നു. മലയാളം അല്ല, പുറത്ത് ബുക്കൊക്കെ നോക്കി അങ്ങനെ പഠിക്കാൻ അക്ഷരമൊക്കെ അങ്ങനെ പഠിക്കാൻ ശ്രമിച്ചു. അപ്പൊ അങ്ങനെ ഇട്ട് ബസ്സിന്റെ ബോർഡൊക്കെ വായിക്കാനൊക്കെ അറിയാം. അങ്ങനെയാണ് അതൊക്കെ പഠിക്കുന്നത്. ചെറിയ ചെറിയ വാക്കൊക്കെ അങ്ങനെ പഠിച്ച് പിന്നെ അങ്ങനെയാണ് അച്ഛനെ കണ്ടുമുട്ടി. പിന്നെ അത് അത്രയും അധികം നാളിലല്ല, അപ്പോഴത്തന്നെ എന്നെ കൊണ്ടുപോയി പുള്ളി. ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്താരാണ്? അച്ഛന്. സത്യമായിട്ട് അച്ഛൻ ഭയങ്കര ഗ്ലാമർ ആയിരുന്നു. അത്യാവശ്യത്തിന് ഗ്ലാമർ പണ്ടത്തെ സായി പല്ലവി. നീ ചോദിച്ചു നോക്ക്, അച്ഛൻ്റെ കൂടെ ചോദിച്ചു നോക്ക്. ഞാൻ അങ്ങോട്ട് പറഞ്ഞതില്ല, അച്ഛൻ ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ നിന്നെ കെട്ടിക്കോട്ടെ. ഞാൻ പറഞ്ഞു കെട്ടിയാണ്. അത് മനസ്സിലായില്ലേ? ഗെട്ടാണോ കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചു. അല്ല, അച്ഛന് ഹിന്ദി അറിഞ്ഞൂടല്ലോ. അച്ഛൻ കല്യാണം കഴിക്കട്ടെ. അങ്ങനെ ആയി. പിന്നെ എന്തായാലും വീട്ടുകാരുടെ അടുത്ത് ചോദിച്ചാൽ സമ്മതിക്കില്ല. അതിനൊരു കാരണം കൂടെ ഉണ്ട് കേട്ടോ. അമ്മയുടെ മുന്നത്തെ പേരെന്താണ്? നസീർ. അതായത് അമ്മ മുമ്പ് മുസ്ലിം ആയിരുന്നു കേട്ടോ. അച്ഛനെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പേര് എത്തിയത്. അതായത് അച്ഛൻ്റെ പേരെന്ന് പറയുന്നത് ജയചന്ദ്രൻ എന്നാണ്. അപ്പം അച്ഛൻ്റെ പേരിൻ്റെ തുടക്കം ജയചന്ദ്രൻ്റെ ജയ എടുത്തിട്ടാണ് അമ്മയ്ക്ക് പേരിട്ടിട്ട് ജയചന്ദ്രൻ എന്നായിരിക്കുന്നത്. അപ്പം മുമ്പ് എന്ന് പറയുന്നത് ഒരു മുസ്ലിം മതത്തിൽ നിന്നാണ് അമ്മ ഈ മതത്തിലോട്ട് ചാടി വന്നത്. അത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൂടെ എന്ന് ചോദിക്കാം ചിലർക്ക്. പക്ഷേ അത് പിന്നീട് അത് കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടാവും കേട്ടോ. അത് ഞങ്ങളുടെ പഠിപ്പിനോ അല്ലെങ്കിൽ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അത് കൂടുതൽ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു സംഭവം വന്നതുകൊണ്ട് ഇതിലോട്ട് ചാടി ഇതിലോട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. മതം മാറി. ഇപ്പോൾ സ്ഥിരം അമ്പലവും വഴിപാടുമായിട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നു. പണ്ട് നിസ്കരിക്കുകയായിരുന്നല്ലേ ആ ഒരു സമയം? നോമ്പിടിക്കും, നിസ്കാരം എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഞാനും വിചാരിച്ച് മക്കളെ ഇതിന് വരുമ്പോൾ ഒരു ഇതാണല്ലോ, അതുകൊണ്ട് വിട്ട്. പിന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് പിന്നെ മറക്കാൻ പറ്റൂ.
അപ്പോൾ അങ്ങനെയാണ് ആ ഒരു സംഭവം. അപ്പം അതൊക്കെ കൊണ്ടാണ് മലയാളം പറയുമ്പോഴത്തേക്കുള്ള ഒരു വ്യത്യാസം. ഇത് പലർക്കും ഉണ്ടായിരുന്ന ഒരു ഡൗട്ടാണ്, അതുകൊണ്ടാണ് ഞാനിത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചത്. പിന്നെ ഇപ്പം സംസാരിച്ചപ്പോഴത്തേക്ക് മലയാളത്തിന് വലിയ വ്യത്യാസം നിങ്ങൾക്ക് തോന്നില്ലായിരിക്കും, എനിക്കും വലുതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഇതൊന്നും അല്ല. അതായത് ആരെങ്കിലും ഇപ്പോൾ ഫോഴ്സ്ഫുള്ളി ഒരു ഡയലോഗ് ഇന്ന ഡയലോഗ് പറഞ്ഞു കൊടുക്കും, ഇന്ന സിനിമയിൽ ഇന്ന ഡയലോഗ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് പറയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യും, ഭയങ്കരമായിട്ട് ഒരു ഇത് വരാറുണ്ട്. എന്ന് പറഞ്ഞാൽ അത് പുള്ളിയുടെ ഉള്ളിൽ നിന്ന് വരണ സാധനമാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് വരും. അതല്ലാതെ വേറെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന സാധനമാണെങ്കിൽ നിങ്ക ഹല്ല കെട്ടിൽ മഞ്ഞ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പുറത്ത് വരുള്ളൂ. അത് നോർമലായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അത് തോന്നത്തില്ല കേട്ടോ. അത് പലരും വീഡിയോയിലായാലും നേരിട്ട് കാണുന്നവരായാലും വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സംഭവത്തിനൊരു ക്ലാരിഫിക്കേഷനാണ് ഇപ്പോൾ തന്നത്. അതായത് ഇപ്പോൾ ഒരു തീര 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 തുള്ളും അതൊന്ന് പറഞ്ഞാണ്, അതൊന്ന് പറഞ്ഞല്ലേ? അത് തുള്ളും അങ്ങനെ തീര 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 തുള്ളും തിള്ളുമല്ല തുള്ളും തിരത്തിള്ളുമല്ല തീര 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 തുള്ളും ನಿನಗೆ ನನ್ನ ಬಗ್ಗೆ ಗೊತ್ತಿಲ್ಲ ಗಾಜಿ ನಾಯಿನ್ ಮಗನೇ. ഇപ്പൊ ഏകദേശം എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇങ്ങനെ പല പല സംഭവങ്ങൾ വരും. അതിനിപ്പം ഡയലോഗൊക്കെ പറയുകയാണെങ്കിൽ നെട്ടൂരാനോടാണോടാ നിന്റെ കളി, അത് പറഞ്ഞു ശ്രമിച്ചു നോക്ക്. നെട്ടൂരാനോടാണോടാ കളി, നെട്ടൂരാനോടാണോടാ നിന്റെ കളി, നെട്ടൂരാനോടാണ് നിന്റെ കളി, നിന്റെ കളി നിന്റെ കളി നിന്റെ കളി നിന്റെ കളി നിന്റെ. അല്ലെങ്കിൽ ഇനിയിപ്പോ വേറെ നമ്മളിപ്പോ ടഫായിട്ടൊക്കെ പല സാധനം കൊടുത്തിട്ടുണ്ട്, അതിപ്പോഴും ഓർമ്മ വരണില്ല. പെണ്ണെ ആ കടുകിട്ട് പൊട്ടീരണ്ണേ, പെണ്ണെ ആ കടുകെടുത്ത് പൊട്ടിക്ക്, കടുകെടുത്ത് പൊട്ടിക്കല്ലേ പൊട്ടീര്. പെണ്ണെ കടുകെടുത്ത് പൊട്ടീര്, പെണ്ണെ പൊട്ടീര്, പെണ്ണെ പെണ്ണെ കടുകെടുത്ത് പൊട്ടിക്ക്, പൊട്ടീര് പെണ്ണെ, അത് പാട്ട് പൊട്ടീര് പെണ്ണെ, പറഞ്ഞു കടുകെടുത്ത് പൊട്ടീര് പെണ്ണെ. ആ പെണ്ണ് വന്നില്ല. അപ്പൊ അങ്ങനെ കുറെ നാക്കിന് ചെറിയ വെട്ടലും പൊട്ടലൊക്കെ ഇടയ്ക്ക് സംഭവിക്കാറുണ്ട്. അത് സ്വന്തമായിട്ട് ഉള്ളിൽ നിന്ന് വരണമെങ്കിൽ ഓക്കെ, നമ്മളാരെങ്കിലും ഇന്ന സീനിൽ ഇന്ന ഡയലോഗ് പറയുമ്പോഴത്തേക്കും അത് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. അത് ചിലപ്പം ബ്രെയിൻ പ്രോസസ്സ് ചെയ്ത് പുറത്ത് വരാൻ ഭയങ്കര ടൈം എടുക്കും. അപ്പോൾ അതാണ് ഒരു ബോർഡർ ലാംഗ്വേജ് പോലെ, അല്ലെങ്കിൽ ഒരു തമിഴ് മിക്സ് പോലെ, അല്ലെങ്കിൽ ഒരു കന്നഡ മിക്സ് പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. പിന്നെ ഹിന്ദി ഇംഗ്ലീഷൊക്കെ വരെ അല്ല, ഹിന്ദി നന്നായിട്ട് അറിയല്ലേ, ഇംഗ്ലീഷും തമിഴെന്ന് വരെ അറിഞ്ഞൂടല്ലേ? അതുകൊണ്ട് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആണെന്ന് മനസ്സിലാവും, അതിൽ കൂടുതൽ മനസ്സിലാവത്തില്ല. എനിക്ക് പറയാൻ അറിഞ്ഞില്ല, അത് പേടിക്കണ്ട. അപ്പോൾ അതായി. പിന്നെ വേറെ എന്തെങ്കിലും ചോദ്യം എന്തെങ്കിലും ഉണ്ടാകുമോ? ഇല്ല. നിനക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ? ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ അയ്യോ, അതിൻ്റെ വേറെ ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇപ്പം വേറൊരു മതത്തിൽ നിന്ന് അമ്മ ഇങ്ങോട്ട് ചാടി വന്നു. അപ്പോൾ ഇവിടുത്തെ ഫാമിലി മെമ്പേഴ്സൊക്കെ, അതായത് അച്ഛൻ്റെ ഫാമിലി മെമ്പേഴ്സ് എങ്ങനെ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു? ഇത് മെയിൻ ഒരു ചോദ്യമാണ്. കോപ്പറേറ്റീവ് അല്ലായിരുന്നു, ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. മിക്കവാറും അങ്ങനെയാണ് അവര്. അപ്പൊ അന്ന് മുതലേ ഒരു സിംഗിൾ ഫാമിലിയിലോട്ട് മാറി നിൽക്കുകയായിരുന്നു. അവര് അന്നും അംഗീകരിച്ചിട്ടില്ല. അപ്പൊ ഒരു ജോയിന്റ് ഫാമിലിയിലോട്ട് ഒരു താമസിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. അപ്പൊ അന്ന് മുതല് അച്ഛൻ അമ്മയെ കെട്ടിയതോടെ അച്ഛൻ സെപ്പറേറ്റഡ് ആവുകയായിരുന്നു. അപ്പൊ ഇതൊരു മെയിൻ ചോദ്യമാണ്. അത് ഈ കാലഘട്ടത്തിലല്ല, ആ ഒരു കാലഘട്ടത്തിൽ അതൊരു മെയിൻ സംഭവമായിരുന്നു. ഇന്നതിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇന്ന് പലരുടെയും മിക്സഡ് ആയിട്ടുള്ള വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ കാലഘട്ടം ഞാൻ ഒരുപാട് പാടുപെട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ മക്കള് സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്കാണ് വളർത്തിയത്, രണ്ടെണ്ണത്തിൽ. അതൊരു നോക്കാൻ ആളില്ലായിരുന്നു, അത്ര കഷ്ടപ്പെട്ടു. ആ ഒരു സമയത്തിൽ അത് അങ്ങനെയാണ്. അത് ടൈം മാറുമ്പോഴത്തേക്ക് പലതും ചേഞ്ച് ആവാറുണ്ട്. അപ്പോൾ അത് മെയിനായിരിക്കും എൻ്റെ ഉള്ളിൽ ഈ ഒരു ചോദ്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു. ചില സമയങ്ങളിലൊക്കെ അമ്മ ഇങ്ങനെ പറയാറുണ്ട്, ആ ഫാമിലി മെമ്പേഴ്സ് അവരെൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചു, ഇവരെൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചു എന്നൊക്കെ ഉള്ളത്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് ചോര ഇങ്ങനെ തിളച്ചു വരും. ഒരുപാട് പാടുപെട്ടിട്ടുണ്ട്. ചോര തിളച്ചിട്ട് എന്തിന്, പിന്നെ അച്ഛനെ കാണുമ്പോഴത്തേക്കും ശരി ആയിക്കോട്ടെ. അതൊക്കെ അതുകൊണ്ട് എൻ്റെ മക്കളെ ഞാൻ അങ്ങനെ ഇത്രയും ആക്കി. അത് ദൈവാനുഗ്രഹം കൊണ്ട് അവര് വിദ്യാഭ്യാസം എനിക്കില്ലാത്തോണ്ട് ഹാപ്പിയാണ്. ഇപ്പൊ എനിക്ക് അതല്ല, ഞാൻ പഠിക്കാത്തോണ്ട് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. എൻ്റെ മക്കൾക്ക് പഠിപ്പിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമുള്ള
സ്ത്രീയാണ്. അത് പഠിപ്പൊക്കെ നമ്മളിപ്പോൾ നേടിയെടുത്തല്ലോ. പഠിപ്പ് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ ആള് അത് പഠിപ്പുണ്ട് പഠിപ്പുകൊണ്ട് നേടിയെടുത്തല്ലോ. എനിക്ക് പഠിപ്പുകൊണ്ട് നേടിയില്ല അല്ലല്ലേ, ഞാൻ ഒരിക്കലും പറയില്ല പഠിപ്പുകൊണ്ട് നേടിയില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പഠിപ്പുകൊണ്ട് നേടേണ്ട സംഭവങ്ങൾ ഞാൻ നേടിയിട്ടുണ്ട്. ബൈ പ്രൊഫഷൻ ആയാലും ഞാൻ അതിന് ജോലിക്ക് കയറി അതെല്ലാം നേടേണ്ടത് ഞാൻ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. എൻ്റെ കുടുംബത്തിലെ എല്ലാവർക്കും വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വായി നോക്കി ആയിപ്പോയല്ലോ എന്നുള്ള. അപ്പോൾ എൻ്റെ മക്കൾക്ക് ആരും ബാക്കിലോട്ട് ആക്കല്ലേ എന്നുള്ളായിരുന്നു. എപ്പോഴും ഫ്രണ്ടിലോട്ട് നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് എല്ലാത്തിനും ഫ്രണ്ടിൽ അറ്റൻഡൻസ് വിളിക്കുമ്പോ ആദ്യത്തെ 10-നകത്ത് അരുണും ആര്യ എവിടെ കാണും. ഓ എക്സാം ആണല്ലോ ഫ്രണ്ടിൽ വന്നിരിക്കും, ടീച്ചർ ഇതേപോലെ വന്നിരിക്കും. എന്തെങ്കിലും നമ്മളെ ഒന്ന് തിരിഞ്ഞ് അങ്ങോട്ടോ മറിഞ്ഞോ നോക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോ ടീച്ചർ ഇങ്ങനെ ഇനിയുള്ള കാലഘട്ടത്തിൽ ആരും വെച്ച് പേരൊന്നും ഇടല്ലേ. എന്ത് കുഴപ്പം? നിനക്ക് എന്ത് കുഴപ്പം? അല്ല പേര് പേര് നല്ലത്, ആര്യയുടെ പേര് കൊള്ളാം. അതെ ശരിയാണ്. സ്കൂളിൽ ചെന്നതിന് ശേഷമാണ് അത് ഏറ്റവും ഫ്രണ്ടിലാണ് എല്ലാത്തിലും എന്ന് പറഞ്ഞ് അത് പോയിന്റാണ്. എക്സാം ഹോളിൽ ഫ്രണ്ടിൽ വരിക എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റും. നമുക്ക് ഒരു മിഡ് വരെയൊക്കെയാണ് ഓക്കെയാണ്. മിഡ് നമുക്ക് സേഫ് ആണ്. അതൊക്കെ അപ്പോഴേ അമ്മയെ തെറി വിളിച്ച് കാണും എൻ്റെ മാള്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിനകത്ത് ചോദിക്കേണ്ടിരുന്ന ചോദ്യങ്ങൾ. സോ ലഞ്ച് വിത്ത് അരുൺ എന്ന് പറയുന്ന ഈ പരിപാടിയിലേക്ക് കോപ്പറേറ്റ് ചെയ്ത ഇപ്പോഴത്തെ ജയചന്ദ്രന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. അപ്പോൾ ഈ ഷോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു ഷോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരയ്ക്കും സ്റ്റേ ട്യൂൺ. ടാറ്റാ ബൈ, സീ യു.